ഇനി ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദ വാർത്ത എന്താണെന്ന് വെച്ചാൽ വിസാരണ എന്ന ചിത്രത്തിൻ്റെ വലിയ വിജയമാണ്. ചിത്രം വിജയം നേടുന്നത് ഓസ്കറിലേക്കുള്ള നാമനിർദ്ദേശം സ്വന്തമാക്കിക്കൊണ്ടാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി വിസാരണ എന്ന തമിഴ് ചിത്രം ഓസ്കറിനായി പോകും. മേളകളിൽ പ്രദർശിപ്പിച്ച് ഗംഭീര പ്രതികരണം സ്വന്തമാക്കിയ വിസാരണയ്ക്ക് വലിയ അംഗീകാരമാണ് ഓസ്കറിലേക്കുള്ള യാത്ര. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരത്തിനായി ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി സിനിമയെ തിരഞ്ഞെടുത്തു. മലയാളിയായ ബാബു തിരുവല്ലയടക്കം 12 പേരടങ്ങുന്ന ജൂറിയാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. മലയാളത്തിൽ നിന്നടക്കമുള്ള സിനിമകളെ പിന്തള്ളിയാണ് വിസാരണയിൽ ഓസ്കർ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നത്. എം ചന്ദ്രകുമാർ എഴുതിയ ലോക്കപ്പ് എന്ന നോവലിന്റെ സിനിമാവിഷ്കാരമായിരുന്നു വിസാരണ. ദിനേശ്, സമുദ്രക്കനി, ആനന്ദി, ആടുകളം മുരുകദാസ് എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പോലീസ് ക്രൂരതയുടെ അതിഭീകരമായ ദൃശ്യാവിഷ്കാരമായിരുന്നു ചിത്രം. ധനുഷാണ് വിസാരണയെ നിർമ്മിച്ചത്. కొట్టినప్పుడు సౌండ్ రాకూడదు. సౌండ్ వస్తే തെലുങ്കിലെ സ്റ്റൈൽസ് സൂപ്പർ സ്റ്റാറാണ് അല്ലു അർജുൻ. കേരളത്തിലടക്കം ഒട്ടേറെ ആരാധകരുള്ള താരം. പക്ഷേ ഏറെ നാളായി തമിഴിൽ തുടക്കം കുറിക്കാൻ കാത്തിരിക്കുകയായിരുന്നു അല്ലു അർജുൻ. എന്തായാലും അതിന് ആരംഭം കുറിക്കുകയാണ് ലിംഗുസ്വാമിയുടെ പുതിയ ചിത്രത്തിലൂടെ. പത്തു വർഷം 16 ചിത്രങ്ങൾ. അല്ലു അർജുൻ എന്ന തെലുങ്ക് യുവതാരം ദക്ഷിണേന്ത്യ മുഴുവൻ ആരാധകരെ നേടിയെടുത്ത കാലം. എന്നാൽ തമിഴിൽ നായകനാവുക എന്ന അല്ലു അർജുന്റെ ഏറ്റവും വലിയ ആഗ്രഹം നീണ്ടുപോയി. ഒടുവിൽ അതിന് സമയമായിരിക്കുന്നു. പയ്യ, സണ്ടക്കോഴി അടക്കമുള്ള ഹിറ്റുകളിലൂടെ ശ്രദ്ധേയനായ ലിംഗുസ്വാമിയാണ് തെലുങ്ക് സൂപ്പർ താരത്തെ തമിഴിൽ അവതരിപ്പിക്കുന്നത്. സ്റ്റുഡിയോ ഗ്രീനാണ് ഈ സിനിമയുടെ നിർമ്മാണം. ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്നു. 20 വർഷത്തോളം ചെന്നൈയിൽ താമസിച്ച തനിക്ക് ചെന്നൈ സ്വന്തം നാട് പോലെയാണ്. സ്വന്തം നാട്ടിൽ വിജയിക്കുന്നതിലാണ് കിക്കുള്ളതെന്നും അല്ലു അർജുൻ പറയുന്നു. ഞാൻ பிறந்தது വളർന്നത് എല്ലാം മെഡ്രാസിൽ தான். ஸோ இது என் சொந்த ஊர். நான் ஆல்மோஸ்ட் 20 வருஷம் மெட்ராஸில் தான் இருந்தேன். அதுக்கப்புறமா இன்னொரு 15 வருஷம் ஹைதராபாத்தில் இருந்தேன். நம்ம ஊரில் நம்ம அச்சீவ் பண்ணுற கிக்கு அது வேறு. எந்த ஊர் போய் அடித்தாலும் நம்ம ஊர் நம்ம பிறந்து வளர்ந்த ஊரில் நம்ம பெரிய ஆளானோம்னா அது ரொம்ப சந்தோஷம் கொடுக்கும். மெயின் அந்த சந்தோஷங்காக பண்ணுறேன் இந்த படம். நான் இத்தனை வருஷமாக பண்ணணும் ஆல்மோஸ்ட் 10 வருஷமாக வெயிட் பண்ணுறேன். ஒரு 10 வருஷமாக நான் எது பார்க்குறேனோ அந்த மாதிரி ஒரு கதை கொடுத்தீங்க. ஸோ தேங்க்யூ வெரி மச் ഫോർ ദാറ്റ് ലിംഗു സർ. പരിധിവീരനെ പോലെ അതിശക്തമായ പ്രമേയമാകും സിനിമയുടേത് എന്നാണ് സൂചന. ചിത്രത്തിന്റെ മറ്റ് താരനിർണയം നടന്നു വരുന്നതേയുള്ളൂ. അടുത്ത വർഷം ആദ്യം ചിത്രീകരണം തുടങ്ങുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രം പ്രേമത്തിൻ്റെ തെലുങ്ക് പതിപ്പ് ഒരുങ്ങുന്ന കാര്യം സിനിമാ പ്രേമികൾക്കൊക്കെ അറിയാം. ചിത്രത്തിൽ ഒരു പാട്ടിറങ്ങിയപ്പോൾ തന്നെ വലിയ കോലാഹലങ്ങളുണ്ടായി. സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ കൊണ്ട് നിറഞ്ഞു. നാഗചൈതന്യയും ശ്രുതി ഹസനുമൊക്കെ വേണ്ടുവോളം പരിഹാസം ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇപ്പോൾ ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പക്ഷേ യൂട്യൂബിൽ അണിയറക്കാർ പുറത്തുവിട്ട ട്രെയിലറിന് കമൻ്റ് ഇടാൻ സാധ്യമല്ല. എങ്കിലും മറ്റു വഴികളിലൂടെ ട്രെയിലറിനെയും കാര്യമായി പരിഹസിക്കുന്നുണ്ട് ട്രോളർമാർ. എന്തായാലും ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ప్రపంచంలో ప్రతి ప్రేమ కథ మధురంగా ఉంటుంది. మనది మనకు మరీ అద్భుతంగా ఉంటుంది. నా ఫీలింగ్స్ ఎక్స్ప్రెషన్స్ అన్నీ పేపర్ మీద రాసి తనకి ఇస్తాను రా. అవసరమా రా ఇదంతా? ఇన్ఫాచ్యుయేషన్ రా. రే, అమ్మాయిని చూసిన వెంటనే
అలా కళ్ళు పెద్దవైపోయి మాట్లాడినప్పుడు హార్ట్ బీట్ పెరిగిపోయి నవ్వితే బుర్ర బ్లాంక్ అయిపోయి షేక్ హ్యాండ్ ఇచ్చిన వెంటనే చెయ్యంతా చల్లగా అయిపోయి అసలు ఏమి కాని అమ్మాయి కోసం ఒక్క క్షణంలో అన్నీ వదిలేసుకొని ఎందుకు దేక్కుంటూ వెళ్ళిపోతాంరా? కొన్ని విషయాలు మన చేతుల్లో ఉండవు. దీన్ని నమ్ముకొని ఫాలో అవుతూ వెళ్ళిపోవడమే. మరి ఏం చేద్దాం? ఇంకో పెగ్గేద్దాం. బాధ, సంతోషం, విరక్తి, కోపం, భయం, వీటిలో మనకి ఏది ఎక్కువైనా కొన్ని സംവത്സരാల నుంచి സപ്പോർട്ട് ചെയ്തത് ഇതേ కదా. സംഗീത സംവിധായകനായി തമിഴ് സിനിമാ ലോകത്തേക്ക് എത്തി ഒടുവിൽ നായകനായി മാറിയ വിജയ് ആൻ്റണിക്ക് ഭേദപ്പെട്ട വിജയം ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിച്ചക്കാരൻ എന്ന ചിത്രം അത്യാവശ്യം നല്ല വിജയവും നേടിയതുമാണ്. എന്തായാലും വീണ്ടും നായകനായി എത്തുകയാണ് വിജയ് ആൻ്റണി. ഒരു സൂപ്പർ നാച്ചുറൽ ആക്ഷൻ ത്രില്ലറാണ് സിനിമ സൈത്താൻ. പിച്ചൈക്കാരൻ എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം വിജയ് ആൻ്റണി നായകനായ സിനിമയാണ് സൈത്താൻ. ഈ സൂപ്പർ നാച്ചുറൽ ത്രില്ലർ പ്രദീപ് കൃഷ്ണമൂർത്തിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. കേരളത്തിലും ചെന്നൈയിലുമായിരുന്നു സിനിമയുടെ ഭൂരിഭാഗത്തിന്റെയും ചിത്രീകരണം. മലയാളിയായ അരുന്ധതി നായരാണ് സൈത്താനിലെ നായിക. സിനിമയുടെ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തതും വിജയ് ആൻ്റണി തന്നെ. വിജയ് ആൻ്റണി ഫിലിം കോർപ്പറേഷനാണ് സിനിമയുടെ നിർമ്മാണം. അടുത്ത മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് വിജയ് ആൻ്റണിയുടെയും സംഘത്തിന്റെയും പ്രതീക്ഷ.